ദോശയുടെയും ഇഡ്ഡലിന്റെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള ഒരു ചട്നീന്റെ റെസിപ്പി നോക്കിയാലോ. ഞാനൊരു ഇരുമ്പിന്റെ ചട്ടി എടുത്തിട്ട് ഇതിലോട്ട് 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ചെറിയ ഉള്ളിയും ചെറിയൊരു പീസ് ഇഞ്ചിയും വറ്റൽമുളകാണ് ചേർത്തത്. നല്ല എരിവുള്ള മുളകായതുകൊണ്ട് തന്നെ ഇതിന്റെ ഉള്ളിലെ കുരുവൊക്കെ കളഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങളെ കയ്യിൽ പിരിയൻ മുളക് ഉണ്ടെങ്കിൽ അത് എടുത്താൽ മതി, ഇല്ലെങ്കിൽ അളവ് കുറക്കാട്ടോ. ഇനി ഇതിലോട്ട് ചെറിയൊരു പീസ് പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഉള്ളിയും അതുപോലെ തന്നെ മുളകൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. എന്നിട്ട് ചൂടാറാൻ മാറ്റി വെക്കുക. ചൂടാറിയതിനു ശേഷം ഒരു മിക്സിന്റെ ജാറിലോട്ട് ആവശ്യത്തിനുള്ള തേങ്ങ ചേർത്ത് കൊടുക്കുക. ഒരു ചെറിയ പീസ് ശർക്കര ചേർക്കുന്നുണ്ട്. ശർക്കരന്റെ അളവ് കൂടി പോവണ്ട കേട്ടോ. ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ മുളകും ഉള്ളിയൊക്കെ ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി ഇതേ ചട്ടിൽ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ വെച്ചിട്ട് കടുകും കറിവേപ്പിലയും ഇട്ടിട്ട് നമ്മൾ അരച്ചിട്ടുള്ള ഈ ഒരു തേങ്ങന്റെ മിക്സും കൂടി ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക. ഓവറായിട്ട്